ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീൻ സോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഒരു മാസത്തോളമായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ടീൻ സോൺ ഇസ് ബാക്ക്. സോ ഇനി എല്ലാ സൺഡേസും ടീൻ സോൺ ഉണ്ടാകും. ഓക്കെ, സോ ആസ് വി ഓൾ നോ, ടുഡേ ഇസ് ഓൾ സെയിൻസ് ഡേ. ആഗോള സഭ എല്ലാ വിശുദ്ധരുടെയും ഓർമ്മയാചരിക്കുന്ന ദിവസമാണ് ഇന്ന്, November 1st. It is a day of obligation too. Pope Gregory III made it on November 1st as we celebrated today. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തെപ്പറ്റി അതൊരു വിശ്വാസ സത്യമായി നാം പഠിക്കുന്നുണ്ട്. കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ കത്തോലിക്കർ മാത്രമല്ല, അതിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും സ്വർഗത്തിലുള്ള വിശുദ്ധാത്മാക്കളും ഉൾപ്പെടുന്നതാണ്. The mystical body of Jesus Christ is in communion. That is, the pilgrim church, the souls in purgatory, and the souls in heaven. ഈ വിശ്വാസ സത്യം നാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ മാധ്യസ്ഥത്തിനും കരുതലിനും നമ്മൾ നന്ദി പറയണ്ടേ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയെക്കാളും ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ. അതുകൊണ്ട് ഈ നവംബർ 1 നമ്മൾ എല്ലാ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമാം വിധം നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ ഓർക്കുകയും അവരുടെ പ്രാർത്ഥനയ്ക്കും സഹായത്തിനും നന്ദി പറയുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ടീൻ സോണിൽ സെയിൻസ് കോർണറിൽ ഈ കാലഘട്ടത്തിൻ്റെ കുറെ കൊച്ചു വിശുദ്ധരെ പരിചയപ്പെടാൻ പോവുകയാണ്. To become a saint, there is usually a 5-year period of waiting after the death of the person. Then they are proclaimed as a servant of God, then as venerable, then as blessed, and finally canonized as a saint. നമുക്കെല്ലാവർക്കും സുപരിചിതരായ കുറേ വിശുദ്ധർ കത്തോലിക്ക സഭയിലുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ സെബാസ്റ്റ്യൻ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ യൂദാ തദേവൂസ്, അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അവരുടെ പേരിൽ പള്ളികളും സ്ഥാപനങ്ങളും ആശുപത്രികളും മറ്റും നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ജീവിച്ച കുറെ കൊച്ചു വിശുദ്ധർ സഭയിലുണ്ട്. കഴിഞ്ഞ കുറേ ടീൻ സോൺ സെയിൻസ് കോർണറിൽ നമ്മൾ അവരിൽ കുറേ പേരെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മെപ്പോലെ സാധാരണ കുടുംബങ്ങളിൽ പിറന്ന ഈ കാലഘട്ടത്തിലെ എല്ലാ സംവിധാനങ്ങളുടെയും നടുവിൽ വിശുദ്ധരായി ജീവിച്ചവരാണവർ. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ യൂണിവേഴ്സൽ കോൾ ടു സെയിൻറ്റ്ഹുഡ് എന്ന ആഹ്വാനം ഫലം ചൂടിയതിൻ്റെ ഇന്നും ഓർമ്മ മായാത്ത മുഖങ്ങളാണവർ. അതിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള വിശുദ്ധ ഫ്രാൻസിസ്കോയും വിശുദ്ധ ജസീന്തയും ഉൾപ്പെടെ ഈ കഴിഞ്ഞ ഒക്ടോബർ 10 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച കാർലോ അക്യൂട്ടിസ് വരെയുള്ളവരുണ്ട്. Their testimonies are living proof that you and I can also become saints. Saints of the new millennium, wearing jeans and sneakers, playing soccer and basketball, who sing and dance and have lots of fun, but still being holy and spreading the fragrance of Jesus all around. This year on All Saints Day, we are going to commemorate a few of those holy souls. വിശുദ്ധ ഫ്രാൻസിസ്കോയും വിശുദ്ധ ജസീന്തയും മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതും തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഒന്നാണ് 1917 ഫാത്തിമയിലെ 3 കുട്ടികളായ ഫ്രാൻസിസ്കോ, ജസിന്ത, ലൂസിയ എന്നിവർക്ക് ലഭിച്ച ദർശനങ്ങൾ. മാതാവ് നേരിട്ട് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ഈ 3 കുട്ടികൾ ആത്മാർത്ഥതയോടെ നിറവേറ്റി. അതിൽ ഏറ്റവും പ്രത്യേകമാം വിധം കൊച്ചു കൊച്ചു പരിത്യാഗങ്ങൾ ചെയ്തും സഹനങ്ങൾ ഏറ്റെടുത്തും അവർ പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു എന്നാണ്. 1917 ഒക്ടോബർ 13 മാതാവ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ ഫ്രാൻസിസ്കോ, ജസീന്ത നിത്യസമ്മാനത്തിന് സ്വർഗത്തിലേക്ക് യാത്രയായി. പക്ഷേ അതിനു മുൻപ് അവരുടെ കൊച്ചു ജീവിതങ്ങൾ പൂർണ്ണമായും ലോകത്തിലെ പാപികളുടെ മാനസാന്തരത്തിനായി അവർ സമർപ്പിച്ചു. ജസീന്തയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച വേളയിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ലോകസമക്ഷം 9 വയസ്സുകാരുടെ വിലയേറിയ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമാം വിധം നന്ദി പറഞ്ഞു.
ഫ്രാൻസിസ്കോയും ഈശോയുടെ ഹൃദയത്തിലെ വേദനകൾ കണ്ട് തൻ്റെ ജീവിതം അതിന് പരിഹാരമായി അർപ്പിച്ച ഒരു ബാലനായിരുന്നു. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അനേകം മണിക്കൂറുകൾ അവൻ ചെലവഴിച്ചിരുന്നു. തൻ്റെ മരണസമയത്ത് ലൂസി അവനോട് അനേകം കാര്യങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ യേശുവിനോട് ചോദിക്കുവാൻ അവനെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ ലൂസിയോട് ഇങ്ങനെ പറഞ്ഞു: "നീ അതെല്ലാം ജസിന്തയോടും കൂടെ പറയുക, ഞാനെല്ലാം മറന്നു പോയേക്കാം. യേശുവിനെ നേരിൽ കാണുമ്പോൾ എനിക്ക് അവനെ ആശ്വസിപ്പിക്കണം." 2017 മെയ് 13 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുവരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2 വിശുദ്ധരായി ഫ്രാൻസിസ്കോയും ജസീന്തയും. ബ്ലെസ്സഡ് കാർലോ അക്വിറ്റസ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 10 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ഒരു ചെറുപ്പക്കാരനാണ് കാർലോ അക്വിറ്റസ്. ഈ കാലഘട്ടത്തിലും എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാർലോ. ജീൻസും ടീഷർട്ടും സ്നീക്കേഴ്സും ധരിച്ച് കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും ജീവിച്ച കാർലോ എല്ലാ ചെറുപ്പക്കാർക്കും വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കുമെന്ന് തൻ്റെ 15 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുക, ജപമാല ചൊല്ലുക, ദിവ്യകാരുണ്യ ആരാധന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നിവയെല്ലാം അവൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ നെടും തൂണായിരുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നായിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് അവൻ പറയുമായിരുന്നു. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള തൻ്റെ ജീവിതയാത്രയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയായിരുന്നു അവൻ്റെ മാർഗനിർദ്ദേശി. He said the Holy Eucharist is my highway to heaven. Acutis was a computer specialist with great talent for programming. He also loved soccer and playing games on PlayStation. As a teenager, Carlo was diagnosed with leukemia. He offered his sufferings for Pope Benedict XVI and for the Church, saying, "I offer all the sufferings I will have to suffer for the Lord, for the Pope and the Church." He died on October 12, 2006 and was buried in Assisi at his request because of his love for Saint Francis of Assisi. His cause for canonization began in 2013. He was designated venerable in 2018. And this year, on October 12, Pope Francis proclaimed him blessed. He created a special website to include all the Eucharistic miracles. On the site he wrote, "The more often we receive the Eucharist, the more we will become like Jesus, so that on this earth we will have a foretaste of heaven." വിശുദ്ധ അൽഫോൻസ ഇന്ത്യയിൽ നിന്ന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ വിശുദ്ധയാണ് അൽഫോൻസ. 1910 ഓഗസ്റ്റ് 19 ജോസഫ് മറിയം ദമ്പതികളുടെ 4ാമത്തെ സന്തതിയായി സിസ്റ്റർ അൽഫോൻസ ജനിച്ചു. കുടമാളൂർ പള്ളിയിൽ വെച്ച് അന്ന എന്ന നാമത്തിൽ മാമോദീസ സ്വീകരിച്ചു. അന്നക്കുട്ടി എന്ന ഓമന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. താമസിയാതെ അമ്മ മരിച്ചു. വളർന്നു വന്നപ്പോൾ മകളുടെ ദൈവവിളി മനസ്സിലാക്കിയ പിതാവ് അന്നക്കുട്ടിയെ ഭരണങ്ങാനത്തെ ക്ലാര മഠത്തിൽ ചേർത്തു. 1930 മെയ് 19 ഔദ്യോഗികമായി അവൾ ക്ലാര സഭാംഗത്വം സ്വീകരിച്ചു. നൊവീഷ്യേറ്റിനിടയിൽ ഗുരുതരമായ രോഗം പിടിപെട്ടുവെങ്കിലും ചാവറയച്ചൻ്റെ മാധ്യസ്ഥതയിൽ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് ഭരണങ്ങാനത്തെത്തിയ അവൾ വീണ്ടും പലവിധ രോഗങ്ങളാൽ പീഡിതയായി. കഠിന വേദനകളുടെ ഇടയിലും പുഞ്ചിരിക്കുന്ന മുഖവുമായി അൽഫോൻസ മറ്റുള്ളവരെ അഭിമുഖീകരിച്ചു. 1946 ഓഗസ്റ്റ് 28 രോഗം മൂർച്ഛിച്ച് ഈശോ മറിയം യോസേപ്പ് എന്ന് പറഞ്ഞ് അവൾ അന്ത്യശ്വാസം വലിച്ചു. അൽഫോൻസയുടെ മാധ്യസ്ഥതയിൽ അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുവാൻ തുടങ്ങി. തീർത്ഥാടകരുടെ വലിയ പ്രവാഹം ഭരണങ്ങാനത്തേക്ക് എത്തിത്തുടങ്ങി. 1986 ഫെബ്രുവരി 8 തൻ്റെ കേരള സന്ദർശനത്തിനിടെ ജോൺ പോൾ II മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് അൽഫോൻസയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2008 ഒക്ടോബർ 12 അൽഫോൻസയെ പോപ്പ് ബെനഡിക്ട് 16 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. Her feast day is on 20th July. Saint Gemma Galgani, daughter of the Passion, born on March 12, 1878 in a small Italian town near Lucca. Gemma developed a love for prayer at a very young age. Throughout her life, Gemma was to be chosen with many mystical experiences and special graces. These were often misunderstood by others, causing ridicule. Gemma suffered heartaches in reparation, remembering that our Lord Himself had been misunderstood and ridiculed. She wanted to become a nun, but her poor health prevented her from being accepted. She offered this disappointment to God as a sacrifice. On June 8, 1899, Gemma had an internal warning
that some unusual grace was to be granted to her. She felt pain and blood coming from her hands, feet, and heart. These were marks of the big stigmata. Each Thursday evening, she would fall into rapture, and the marks would appear and would remain until Friday afternoon. In 1903, Gemma was diagnosed with tuberculosis at the start of the Holy Week in 1903. Gemma began suffering greatly, and she died at the age of 25 on Holy Saturday. The parish priest in her company said she died with a smile which remained upon her lips, so that I could not convince myself that she was really dead. Gemma Galgani was beatified on May 14, 1933 by Pope Pius IX and canonized on May 2, 1940 by Pope Pius XII. She is the patron saint against temptations and of students and pharmacists. Her feast day is on April 11. സെയിൻറ്റ് മറിയ ഗൊറേത്തി 1890 ഒക്ടോബർ 16 ഇറ്റലിയിലെ ഒരു ചെറിയ പട്ടണത്തിൽ പാവപ്പെട്ട കർഷക കുടുംബത്തിൽ മരിയ ജനിച്ചു. ദരിദ്രരായിരുന്നെങ്കിലും വലിയ ദൈവവിശ്വാസത്തിലും ഭാവഭയത്തിലുമാണ് അവൾ വളർന്നത്. ചെറുപ്രായത്തിൽ തന്നെ അവളുടെ അച്ഛൻ മരിച്ചു. അമ്മ വയലിൽ കഠിനാധ്വാനം ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. തൻ്റെ വീടിനടുത്ത് താമസിച്ചിരുന്ന അലസാൻഡ്രോ എന്ന ചെറുപ്പക്കാരൻ മരിയയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അവളെ പാപം ചെയ്യുവാനായി ബലമായി പിടിച്ചുകൊണ്ടുപോയി. അതിന് മരിയ വഴങ്ങുകയില്ലെന്ന് ബോധ്യമായപ്പോൾ തൻ്റെ കഠാര കൊണ്ട് അവളെ ദാരുണമായി കുത്തി 14 തവണ. രക്തം വാർന്നൊഴുകി അവശനിലയിലായിരുന്ന മറിയയെ നെറ്റ്യൂണോയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അനസ്തേഷ്യ കൂടാതെ അവളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. 1902 തൻ്റെ 11ാം വയസ്സിൽ തൻ്റെ ഘാതകനോട് പൂർണ്ണമായി ക്ഷമിച്ച അവളുടെ ആത്മാവ് നിത്യസമ്മാനത്തിന് യാത്രയായി. മരിക്കുന്നതിന് മുമ്പ് തന്നെ കുമ്പസാരിപ്പിക്കുവാൻ വന്ന വൈദികനോട് താൻ അലസാൻഡ്രോയോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ തന്നോട് കൂടെ അലസാൻഡ്രോയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതായും അവൾ പറഞ്ഞു. 1950 ജൂൺ 24 12ാം പിയൂസ് മാർപ്പാപ്പ മറിയയെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്തപ്പോൾ മരിയയുടെ വൃദ്ധയായ അമ്മയും സഹോദരങ്ങളും ആ ചടങ്ങിന് സാക്ഷിയായിരുന്നു. ഹർ ഫീസ്റ്റ് ഡേ ഇസ് ഓൺ ജൂലൈ 6. വിശുദ്ധ ക്ലീലിയ ബാർബേരി. ഇറ്റലിയിലെ ബൊളോന എന്നൊരു ഗ്രാമത്തിൽ 1847 ക്ലീലിയ ജനിച്ചു. അവളുടെ മാതാപിതാക്കൾ വലിയ ദൈവവിശ്വാസികളായിരുന്നു. അന്ന് തന്നെ അവളുടെ മാമോദീസയും അവർ നടത്തി. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൾ അമ്മയോട് എങ്ങനെ എനിക്കൊരു വിശുദ്ധയാകാം എന്ന് ചോദിക്കുമായിരുന്നു. 8ാം വയസ്സിൽ കോളറ ബാധിച്ച് അവളുടെ അച്ഛൻ മരിച്ചു. പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും നാളുകളായിരുന്നു. തൻ്റെ 11ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച അവൾ അതിനുശേഷം ക്രൂശിതനായ ക്രിസ്തുവിനോടും വ്യാകുല മാതാവിനോടും ഒരു ആത്മബന്ധം എപ്പോഴും പുലർത്തി. വളർന്നു വന്നപ്പോൾ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അവൾ പ്രവർത്തിച്ചു. അനേകം വിവാഹാഭ്യർത്ഥനകൾ ഉണ്ടായെങ്കിലും അതെല്ലാം അവൾ വേണ്ടെന്ന് വെച്ച് തൻ്റെ ജീവിത ദൗത്യം ഒരു പ്രേക്ഷിതയും മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി തീരണമെന്നും അവൾക്ക് ബോധ്യമായി. അവളുടെ അർപ്പണബോധവും പ്രാർത്ഥനയും പരസ്നേഹവും ദരിദ്രരോടും നിരാലംബരോടുമുള്ള അനുകമ്പയും അവളെ സുസുമതയാക്കി. ആർ ലേഡി ഓഫ് സോറോസിന്റെ പേരിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു. താമസിക്കാതെ ക്ലീലിയ അതിൻ്റെ മദറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അനേകം പ്രതിസന്ധികളും സഹനങ്ങളും ഉണ്ടായെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയുടെ ഫലമായി ആ സമൂഹം പെട്ടെന്ന് വളർന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം ക്ഷയരോഗം ബാധിച്ച് അവൾ കിടപ്പിലായി. 1870 ജൂലൈ 13 അവൾ തൻ്റെ പ്രിയ മണവാളനായ യേശുവിൻ്റെ സവിധത്തിലേക്ക് സന്തോഷത്തോടെ യാത്രയായി. മരിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ അധികം നാളും ഉണ്ടാവുകയില്ലെങ്കിലും മലകളും താഴ്വരകളും കടന്ന് നമ്മുടെ ഈ കൊച്ചു സമൂഹം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ശുശ്രൂഷകരായി ലോകമെങ്ങും വ്യാപിക്കും. Being only 23 at the time of her death, Clelia Barberi is the youngest founder of a religious community in the history of the church. സെയിൻറ്റ് തെരേസ ഓഫ് ലിസ്യു. നാം എല്ലാവരും സ്നേഹത്തോടെ ചെറുപുഷ്പം എന്ന ഓമന പേര് വിളിക്കുന്ന ലിസ്യുവിലെ തെരേസ 1873 ഫ്രാൻസിൽ ലൂയിസ് സെലീൻ മാർട്ടിൻ ദമ്പതികളുടെ ഏറ്റവും ഇളയ മകളായി ജനിച്ചു. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കന്യാസ്ത്രീ ആകണമെന്ന് അവളുടെ ആഗ്രഹം ആദ്യം ആരും ചെവി കൊണ്ടില്ല. ഒടുവിൽ മാർപ്പാപ്പയെ നേരിട്ട് കാണുവാൻ അവസരം ലഭിച്ചപ്പോൾ അവൾ തൻ്റെ ഇഷ്ടം അവതരിപ്പിക്കുകയും അതുകണ്ട് വികാരി ജനറൽ അവളെ അതിനനുവദിക്കുകയും ചെയ്തു. ഒരു വിശുദ്ധയാകണമെന്ന ആഗ്രഹം അവളിൽ ആരംഭം മുതലേ ഉണ്ടായിരുന്നു. അതിനായി അവൾ കണ്ടുപിടിച്ച
ദ ലിറ്റിൽ വേ കത്തോലിക്ക സഭയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പഠന വിഷയങ്ങളിൽ ഒന്നാവുകയും അവളെ വേദപാരംഗതരുടെ ഗണത്തിൽ ചേർക്കുകയും ചെയ്തു. തൻ്റെ മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന അവളുടെ കൊച്ചു ജീവിതം പിന്നീട് ആയിരങ്ങളെ തങ്ങളുടെ സാധാരണ ജീവിതത്തിലൂടെയും ചെറിയ പരിത്യാഗങ്ങളിലൂടെയും വിശുദ്ധിയിൽ വളരാൻ വലിയ പ്രചോദനമായി. 1897 സെപ്റ്റംബർ 30 തൻ്റെ 24-ാം വയസ്സിൽ അവൾ നിത്യസമ്മാനത്തിന് യാത്രയാകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ തിരികെ വരും. എൻ്റെ സ്വർഗത്തിലുള്ള സമയം ഭൂമിയിലുള്ളവർക്ക് നന്മ ചെയ്യാനായി ഞാൻ ചിലവഴിക്കും. She is the patron saint of all missionaries. Her feast day is on October 1st. Saint Gabriel of Our Lady of Sorrows. He was born on 1838 and died as a young seminarian at the age of 24. He was a passionate seminarian. Pope Leo XIII used to call him the Saint Aloysius of our days. Saint Gabriel abandoned a life of pleasure and leisure to join the Passionist. Mary had a big influence on this decision. He encouraged everyone, especially children and young men, to love Mary. He was fond of saying of her, "She is lovable, faithful, and constant. She will never let herself be outdone in love, but will ever remain supreme." During his seminary days, at a young age of 23, he was struck with consumption. His strength rapidly declined, and on February 27, 1862, he died. His famous quote was, "O Mary, my sweetest mother, thou knowest that I love thee and that I belong to thee." Remarkable miracles started to occur at his tomb. Many deaf, blind, and lame were healed. Pope Leo XIII beatified this young seminarian on 1908. The decree of his beatification declared that the miracles which glorified the beginnings of the church one could behold renewed at his grave. Pope Benedict XV canonized him saint on May 13, 1920. Saint Martin de Porres. Saint Martin de Porres is the patron saint of people of mixed race, barbers, public health workers, and innkeepers. He was born in Lima, Peru on December 9, 1579, as an illegitimate son to a Spanish father and a freed slave of African origin. By law, in Peru, descendants of Africans or Indians were not allowed to become full members of religious orders. To become part of the community, he asked the Dominicans of Holy Rosary Priory in Lima to accept him as a volunteer who performed the most menial tasks in the monastery. After 8 years of sternest labor, Martin was granted the privilege to take his vows as a member of Third Order of Saint Dominic. Martin was great friends with Saint Juan Macias, a fellow Dominican lay brother, and Saint Rose of Lima, a lay Dominican. Martin was assigned to infirmary after he became a Dominican lay brother in 1603, where he cared for sick with unconditional love and patience. He was gifted with extraordinary abilities, including aerial flights, bilocation, instantaneous cures, spiritual knowledge, and excellent relationship with animals. After becoming very ill for almost a year, Martin passed away in 1639. He was exhumed 25 years later, still intact, and his body exhaled a splendid fragrance. Saint Martin de Porres was beatified by Pope Gregory XVI on October 29, 1837, and canonized by Pope John XXIII on May 6, 1962. His feast day is on November 3rd. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്. കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ പട്ടികയിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനുള്ളത്. ഹംഗറിയിലെ രാജാവായിരുന്ന ആൻഡ്രൂ രണ്ടാമന്റെ മകളായി ജനിച്ച എലിസബത്ത് തന്റെ ജീവിതയാത്രയിൽ അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴെല്ലാം വലിയ ദൈവവിശ്വാസത്തോടെയും മറ്റുള്ളവരോടുള്ള അനുകമ്പയാർന്ന പെരുമാറ്റത്തിലൂടെയും അവൾ ജീവിച്ചു. അവൾക്ക് 6 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നീട് അവൾ വളർന്നു വന്നപ്പോൾ പ്രഭുവായ ലുഡ്വിഗിനെ വിവാഹം കഴിച്ചു. പ്രൗഢഗംഭീരമായ രാജകൊട്ടാരത്തിലായിരുന്നു ജീവിച്ചിരുന്നതെങ്കിലും എലിസബത്ത് സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. പരസ്നേഹ പ്രവൃത്തിയും ഉപവിയും ദരിദ്രരോടുള്ള അനുകമ്പയും അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത രീതികളോട് ഏറെ താല്പര്യമുണ്ടായിരുന്ന എലിസബത്ത് 1226 വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ തന്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം ദുരിതത്തിലായവർക്ക് ദാനം ചെയ്തു. എന്നാൽ 1227 തന്റെ ജീവിത പങ്കാളി മരണപ്പെട്ടപ്പോൾ എലിസബത്തിന്റെ ലോകം തന്നെ തകിടം മറിഞ്ഞു.
മറ്റുള്ളവർ വീണ്ടും ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിച്ചെങ്കിലും ഒരു സന്യാസിനിയാകാനുള്ള അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. 1228 അവൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ 3-ാം സഭയിലെ അംഗമായി. അതിനുശേഷം പാവങ്ങൾക്കായി ഒരു ആശുപത്രി അവൾ രൂപീകരിച്ചു. പാവപ്പെട്ടവർക്കും രോഗികൾക്കും നിരാലംബർക്കും അവൾ നേരിട്ട് ശുശ്രൂഷ ചെയ്തു. 1231 തൻ്റെ 24-ാം വയസ്സിൽ അവൾ മരിച്ചതിന് ശേഷം അവളുടെ കബറിടത്തിൽ വെച്ച് അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും നടന്നു. 1232 മുതൽ 1235 വരെയുള്ള ചെറിയ കാലയളവിൽ തന്നെ അവളുടെ നാമത്തിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധിയായിരുന്നു. On May 27, 1235, Pope Gregory IX canonized her. Her feast day is on November 17th. She is the patron saint of brides, widows, homeless people, and hospitals. Saint Philomena. Philomena, which means daughter of light. Before she was a saint, she was a Greek princess. She gave a perfect testimony to the one true faith. Although a royalty's daughter, she refused all earthly riches in exchange for the wealth of heaven. Her martyrdom illuminated a dark and corrupt world and thus befittingly named as the daughter of light. Saint Francis Xavier. Saint Francis Xavier was born in an aristocratic family on April 7th, 1506, in the Kingdom of Navarre, Spain. He studied in the University of Paris, where he met Ignatius of Loyola, who changed the course of his life. Along with Peter Favre in 1540, they formed the Congregation of Society of Jesus, more popularly known as the Jesuits. Pope Paul III approved the formation of their order the same year. Pope Paul III asked the Jesuits to take a mission to India. Francis arrived in Goa on May 1542. He ministered to the sick, children, and native people of Pearl Fishery Coast. Later, he traveled to Japan in 1549 and established a few congregations there. After that, he returned to India and quickly decided to travel to China by invitation. But before he could get there, he became ill with a fever and died on December 3rd, 1552. Saint Francis Xavier was beatified by Pope Paul V in 1619 and canonized by Gregory XV on March 12, 1622. His mortal remains are held at Bom Jesus Basilica in Old Goa, India. He is the patron saint of Catholic missions and his feast day is on December 3rd. Saint Germain. Saint Germain's life is a true indicator that God favors the poorest of the poor, and in his eyes all are precious. There was nothing extraordinary in Germain's life. She didn't find a religious order, she didn't reach a high post in church, she didn't write books, teach at universities, or go to foreign lands as a missionary or convert thousands. What she did was live a life devoted to God and her neighbor, no matter what happened to her. God chooses not the outwardly beautiful, but those that are despised by others as ugly and weak. Germain's mother died when she was very young. Her father married a second time, and her stepmother treated the young Germain, who was born with a paralyzed right arm, very harshly. She would not give the young child enough food or shelter, and often would drive her out of the house. On one occasion, the cruel lady poured hot water on the young girl. Little Germain would share the little scrap of food which was given to her with the poorest of the poor. Once her stepmother caught Germain carrying something bundled up in her apron. She chased the little girl and began beating, but when Germain opened her apron, bright beautiful flowers in the middle of that season where it was snowing heavily. She gave it to her mother saying, "Please accept this flower, mother. God sends it to you in sign of his forgiveness." It was this attitude of Germain that deserves all merit. She always had a forgiving heart, and her love for the poor was the hallmark of that little illiterate poor girl. She died at the age of 22, lying cold in the barn, which was her shelter most of her life. When her body was exhumed, 40 years later, it was found to be undecayed. Soon miracles were attributed to her intercession, and the clamor for her canonization began.
On 1867, Pope Pius IX inscribed Saint Germain into the canon of virgins. സെയിൻറ്റ് ജോപോൾ ടു 1920 മെയ് 18 ജോസഫിൻ്റെയും എമിലിയയുടെയും 3 മക്കളിൽ ഇളയവനായി പോളണ്ടിലാണ് കാരൾ ജോസഫ് വോയിറ്റെവയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ അമ്മയും ജ്യേഷ്ഠനും നഷ്ടപ്പെട്ടു. പട്ടാളക്കാരനായിരുന്ന പിതാവും ജോസഫിന് 15 വയസ്സുള്ളപ്പോൾ അവനെ വിട്ടുപോയി. ദൈവത്തിന് തന്നെ പറ്റിയുള്ള പദ്ധതി മനസ്സിലാക്കിയ അവൻ നാടകവും സാഹിത്യവും ഉപേക്ഷിച്ച് സെമിനാരിയിൽ ചേർന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം 1958 സെപ്റ്റംബർ 28 മെത്രാൻ പദവി ലഭിച്ചു. 1967 പോൾ ആറാമൻ മാർപ്പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 1978 സെപ്റ്റംബർ 20 ജോൺ പോൾ ഒന്നാമൻ്റെ അകാല മരണത്തിനു ശേഷം ഒക്ടോബർ 16 കോൺക്ലേവിൽ വെച്ച് കർദിനാൾ കാരോൾ വോയിറ്റിവയെ 264 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 2005 ഏപ്രിൽ 2 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ആധുനിക സഭ നേരിട്ട വെല്ലുവിളികളെ കാത്തുരക്ഷിച്ച ഒരു വലിയ ഇടയനായിരുന്നു അദ്ദേഹം. തന്നെ കൊല്ലുവാൻ വെടിയുണ്ട ഉതിർത്ത അലി അക്ക എന്ന യുവാവിനെ ജയിലിൽ പോയി കാണുകയും സഹോദര ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ലോകസമക്ഷം അദ്ദേഹം പറഞ്ഞപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി. ധാർമ്മിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതിരിക്കുന്നതിനും മനുഷ്യജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിനും പാപ്പയെടുത്ത തീരുമാനങ്ങൾ സുവിശേഷ മൂല്യങ്ങളിൽ അടിയുറച്ചതായിരുന്നു. കുടുംബങ്ങളുടെ പാപ്പ എന്നാണ് ജോൺ പോൾ രണ്ടാമൻ അറിയപ്പെടുന്നത്. കുടുംബം ഗാർഹിക സഭയാണെന്ന ആശയത്തിന് പരിശുദ്ധ പിതാവ് വലിയ പ്രചാരം നൽകി. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ 1327 പേരെ വാഴ്ത്തപ്പെട്ടവരായും 482 പേരെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 129 രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. നമ്മുടെ കൊച്ചു കേരളം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം. തദവസരത്തിൽ അൽഫോൻസാമയെയും ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. യേശുവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നമ്മുടെ മാമോദീസയുടെ സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ മാമോദീസ പേരാണത്. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരാണവർ. നമുക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പല പുണ്യവാന്മാരും ഈ ഭൂമിയിലുള്ള നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പേട്രൺ സെയിൻസായി നിയോഗിക്കപ്പെട്ടവരാണ്. ഉദാഹരണത്തിന് വിശുദ്ധ അന്തോണീസിനോട് നാം കൂടുതലായി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോകുമ്പോഴോ നഷ്ടപ്പെടുമ്പോഴോ ആണ് അല്ലേ? വിശുദ്ധ യൂദാ തദേവൂസിനെ നാം ഓർക്കുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് ആണ് അല്ലേ? അങ്ങനെ പല വിശുദ്ധരെയും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി നാം വിളിക്കാറുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് സ്വർഗത്തിൻ്റെ പുണ്യങ്ങൾക്ക് വേണ്ടിയല്ലേ? സ്വർഗത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് സ്നേഹം. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹവും കരുണയുമാണ്. ദൈവം പരമപരിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തോടു കൂടി സ്വർഗത്തിൽ നാം ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് പുണ്യം കൂടിയേ തീരൂ? യെസ്, വിശുദ്ധി. പിന്നെ ദൈവത്തിൽ നാം കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആട്രിബ്യൂട്ടാണ് സത്യം. ജീസസ് സെഡ്, "I am the way, the truth and the life." അതുകൊണ്ട് സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും സ്വർഗത്തിൽ എത്തിച്ചേരും. പിന്നെയുമുണ്ട് ധാരാളം സ്വർഗീയ പുണ്യങ്ങൾ. ഈശോയിലും മാതാവിലും നിറഞ്ഞു നിന്ന അനുസരണം, എളിമ, വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നീ പുണ്യങ്ങളെല്ലാം തന്നെ നമ്മിലും വളരേണ്ടവ തന്നെ. വിശുദ്ധരായവരിൽ നാം ഈ പുണ്യങ്ങളുടെ നിറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിശുദ്ധരുടെ ലുത്തിനിയെ ചെല്ലുമ്പോൾ സ്വർഗീയ പുണ്യങ്ങളിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം ഇന്ന് ചാവറ പിതാവും മദർ തെരേസയും കൊച്ചു തെരേസയും എല്ലാവരും ഉണ്ട്. അവരോടൊപ്പം എല്ലാ വിശുദ്ധരുടെയും ലുത്തിനിയ നമുക്ക് ഒരുമിച്ച് ചെല്ലിയാലോ? സകല വിശുദ്ധരുടെ ലുത്തീനിയ,
കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ, ഗബ്രിയേലെ, റപ്പായേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാകമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വതാക്കന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്ത്രയോസെ, വിശുദ്ധ യാക്കോബെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, വിശുദ്ധ തോമായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ചെറിയ യാക്കോബെ, വിശുദ്ധ പീലിപ്പോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ശമയോനെ, വിശുദ്ധ ലംബയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മത്തിയായെ, വിശുദ്ധ ബർണബായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലൂക്കായെ, വിശുദ്ധ മാർക്കോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ശിഷ്യന്മാരായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കറയില്ലാത്ത സകല വിശുദ്ധ കുഞ്ഞു പൈതങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്തേഫാനോസെ, വിശുദ്ധ ലോറൻസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗീവർഗീസെ, വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗർവാസീസും പ്രോത്താസീസും എന്ന വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറെ സാക്ഷികളായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അംബ്രോസീസെ, വിശുദ്ധ അഗസ്തീനോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ നിക്ലാവോസെ, വിശുദ്ധ പ്രേമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെത്രാന്മാരും ബന്ധകന്മാരുമായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദശാസ്ത്രികളുമായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്തോണീസെ, വിശുദ്ധ ബെനദിക്തോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ബർണദോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഡൊമിനിക്കോസെ, വിശുദ്ധ ഫ്രാൻസിസ്കോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്യാസികളും തപോധനന്മാരുമായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം മഗ്ദലാനായെ, വിശുദ്ധ തെക്ലായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലൂസിയെ, വിശുദ്ധ അഗസായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ആഗ്നസെ, വിശുദ്ധ സിസിലിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കത്രീനായെ, വിശുദ്ധ അനസ്താസിയായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അമ്മത്രേസ്യായെ, വിശുദ്ധ കൊച്ചുത്രേസ്യായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ജോൺ പോൾ പാപ്പയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ഫൗസ്റ്റീനായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ചാവറച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യുപ്രാസ്യാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളും വിധവകളുമായ സകല പുണ്യവതികളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ ദാസരായ സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായ കർത്താവെ, ഞങ്ങളെ പാപങ്ങൾ മോചിക്കണമേ. ദയാപരനായ കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ദയാപരനായ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അടുത്ത ആഴ്ച ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകും. സോ നിങ്ങളെല്ലാവരും മറക്കാതിരുന്ന് കാണുമല്ലോ. Until we meet next time, goodbye and God bless.